എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് സ്വയം പരിശീലിക്കാനായി 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാം തന്നെ പ്രധാന ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നവ: റെയിൽവേ, കമ്പി തപാൽ, പോലീസ്, വാർത്താവിനിമയം. തന്നിരിക്കുന്നവയിൽ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ ഏതാണ്? ഓപ്ഷൻ സി പോലീസ്. പോലീസാണ് തന്നിരിക്കുന്നവയിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നവ. ബാക്കിയുള്ളവ യൂണിയൻ ലിസ്റ്റിൻ്റെ കീഴിലാണ് വരുന്നത്. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏത്? മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഓപ്ഷൻ എ ഭാഗം 3. മൗലികാവകാശങ്ങളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പ്രതിപാദിക്കുന്നത്. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും, ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആര്? ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആരാണ്? ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളി. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരായിരുന്നു? സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരായിരുന്നു? ഓപ്ഷൻ സി ജസ്റ്റിസ് ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവി ആയിരുന്നു സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി. ആറ്റം മാതൃകകൾ അവതരിപ്പിച്ച ശാസ്ത്രജ്ഞർ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. സൗരയൂഥം മാതൃക, പ്ലം പുഡിംഗ് മാതൃക, വേവ് മെക്കാനിക്സ് മാതൃക, അനിശ്ചിതത തത്വം സിദ്ധാന്തം, ജെ തോംസൺ, റുദർഫോർഡ്, ഇർവിൻ ഷ്രോഡിംഗർ, ഹൈസൻബർഗ്. ആറ്റം മാതൃകകൾ അവതരിപ്പിച്ച ശാസ്ത്രജ്ഞർ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. A2, B1, C3, D4. സൗരയൂഥം മാതൃക റുദർഫോർഡ്, പ്ലം പുഡിംഗ് മാതൃക ജെ തോംസൺ, വേവ് മെക്കാനിക്സ് മാതൃക ഇർവിൻ ഷ്രോഡിംഗർ, അനിശ്ചിതത്വ സിദ്ധാന്തം ഹൈസൻബർഗ്. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ ഓപ്ഷൻ സി ആകർഷണ ബലം കുറവായിരിക്കും. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ ആകർഷണ ബലം കുറവായിരിക്കും. പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപപ്പെടുന്ന അന്തിമ ഉൽപ്പന്നം. പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപപ്പെടുന്ന അന്തിമ ഉൽപ്പന്നം. ഓപ്ഷൻ ബി സുക്രോസ്. സുക്രോസ് ആണ് പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപപ്പെടുന്ന അന്തിമ ഉൽപ്പന്നമായ പഞ്ചസാര. രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം. രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം. ഓപ്ഷൻ ബി ശുക്രൻ. ശുക്രനാണ് രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയുവാനും അറിയിക്കാനുമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പരാമർശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയുവാനും അറിയിക്കാനുമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പരാമർശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആലുവ സർവമത സമ്മേളനം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയുവാനും അറിയിക്കാനുമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പരാമർശം ആലുവ സർവമത സമ്മേളനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം
ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? ഓപ്ഷൻ ബി ഗ്രീഷ്മം. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന ഋതു ഗ്രീഷ്മമാണ്. ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. കേരളത്തിൻ്റെ തനതു നൃത്തരൂപമാണ് ഭരതനാട്യം. കർണാടകയുടെ തനതു സംഗീതമാണ് സോപാന സംഗീതം. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയവ അജന്ത എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി സി ഡി ശരിയാണ്. ഇന്ത്യയിൽ നിന്നാദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയവ അജന്ത എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം മോഹിനിയാട്ടമാണ്. കർണാടകയുടെ തനത് സംഗീത ശാഖ കർണാടക സംഗീതമാണ്, കർണാട്ടിക് മ്യൂസിക്. സോപാന സംഗീതം കേരളത്തിൻ്റെ തനത് സംഗീത ശാഖയാണ്. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന്. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്. ഓപ്ഷൻ ബി 2020 ജനുവരി 10. 2020 ജനുവരി 10 ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യയിൽ മുനിസിപ്പൽ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം. ഇന്ത്യയിൽ മുനിസിപ്പൽ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എന്താണ്? ഓപ്ഷൻ ബി 21. ഇന്ത്യയിൽ മുനിസിപ്പൽ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 21 വയസ്സാണ്. അംബേദ്കറുടെ സമാധിസ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? അംബേദ്കറുടെ സമാധിസ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ചൈത്രഭൂമി. അംബേദ്കറുടെ സമാധിസ്ഥലം ചൈത്രഭൂമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത്? ആദ്യത്തെ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത്? ഓപ്ഷൻ ഡി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ. ആദ്യത്തെ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ സൂചിപ്പിച്ചിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെ ആയിരുന്നു. തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏതാണ്? തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട്. ഓപ്ഷൻ സി മുല്ലപ്പെരിയാർ. തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. മാക്കാച്ചിക്കാട അല്ലെങ്കിൽ തവളവായൻ കിളിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പക്ഷിസങ്കേതം. മാക്കാച്ചിക്കാട അല്ലെങ്കിൽ തവളവായൻ കിളിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പക്ഷിസങ്കേതം. ഓപ്ഷൻ ബി തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷിസങ്കേതമാണ് മാക്കാച്ചിക്കാടയ്ക്ക് അല്ലെങ്കിൽ തവളവായൻ കിളിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പക്ഷിസങ്കേതം. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം. ഓപ്ഷൻ എ 1920. 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്നത്. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള ദിനപത്രം ഏതാണ്? ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള ദിനപത്രം ഏതാണ്? ഓപ്ഷൻ ഡി മാതൃഭൂമി. മാതൃഭൂമിയാണ് ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള ദിനപത്രം. 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം. 1915
അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതാണ്? ഓപ്ഷൻ ബി കല്ലുമാല സമരം. കല്ലുമാല സമരമാണ് 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പരിപാടി. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പരിപാടി. ഓപ്ഷൻ ബി ഫെയിം ഇന്ത്യ. ഫെയിം ഇന്ത്യ എന്ന പരിപാടിയായിരുന്നു പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പരിപാടി. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ ഡി 2000. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്നത് 2000-ലായിരുന്നു. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്? ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്? ഓപ്ഷൻ സി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ സംയുക്തമായി. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ സംയുക്തമായിട്ടാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് ഗണത്തിൽപ്പെടുന്നു? വിഴിഞ്ഞം തുറമുഖ പദ്ധതി തന്നിരിക്കുന്നതിൽ ഏത് ഗണത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ബി സംയുക്ത മേഖല. വിഴിഞ്ഞം തുറമുഖ പദ്ധതി സംയുക്ത മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ശുദ്ധജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ അളവ് എത്ര ശതമാനമാണ്? ശുദ്ധജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ അളവ്. ഓപ്ഷൻ ബി 89%. ശുദ്ധജലത്തിൽ അടങ്ങിയിരിക്കുന്നത് 89% ഓക്സിജനാണ്. മധ്യരേഖാ പ്രദേശത്തോടു കൂടിയുള്ള ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം ഡാഷ് കിലോമീറ്ററാണ്. ഭൂമധ്യരേഖാ പ്രദേശത്തോടു കൂടിയുള്ള ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം ഡാഷ് കിലോമീറ്ററാണ്. ഓപ്ഷൻ ഡി 40,000. ഭൂമധ്യരേഖാ പ്രദേശത്തു കൂടിയുള്ള ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം 40,000 കിലോമീറ്ററാണ്. ശരീരത്തിൻ്റെ വിവിധ അറകളിൽ നിന്നും വരുന്ന ഓക്സിജൻ നീക്കപ്പെട്ട രക്തം ഹൃദയത്തിൻ്റെ ഏത് അറയിലാണ് എത്തിക്കുന്നത്? ശരീരത്തിൻ്റെ വിവിധ അറകളിൽ നിന്നും വരുന്ന ഓക്സിജൻ നീക്കപ്പെട്ട രക്തം ഹൃദയത്തിൻ്റെ ഏത് അറയിലാണ് എത്തുന്നത്? ഓപ്ഷൻ സി വലത് ഓറിക്കിൾ. ശരീരത്തിൻ്റെ വിവിധ അറകളിൽ നിന്നും വരുന്ന ഓക്സിജൻ നീക്കപ്പെട്ട രക്തം ഹൃദയത്തിൻ്റെ വലത് ഓറിക്കിളിലാണ് എത്തുന്നത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി? ഓപ്ഷൻ ബി പാൻക്രിയാസ്. പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ളതും ബ്ലീച്ചിങ് ഏജൻ്റായി ഉപയോഗിക്കുന്നതുമായ ഹൈഡ്രജൻ സംയുക്തം. തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ളതും ബ്ലീച്ചിങ് ഏജൻ്റായി ഉപയോഗിക്കുന്നതുമായ ഹൈഡ്രജൻ സംയുക്തം. ഓപ്ഷൻ എ ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡാണ് തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ളതും ബ്ലീച്ചിങ് ഏജൻ്റായി ഉപയോഗിക്കുന്നതുമായ ഹൈഡ്രജൻ സംയുക്തം. ബിഷപ്പ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ബിഷപ്പ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ചെസ്. ബിഷപ്പ് എന്ന പദം ചെസ് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിൻ്റെ ശില്പി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിൻ്റെ ശില്പി? ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിൻ്റെ ശില്പി. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയ വർഷം. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയ വർഷം? ഓപ്ഷൻ സി 1932. 1932 തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയത്. സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചതാര്? സ്വദേശാഭിമാനി എന്ന പത്രം 1905 ജനുവരി 11 ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു സ്വദേശാഭിമാനി എന്ന പത്രം 1905 ജനുവരി 11 ആരംഭിച്ചത്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകമാണ് ഓക്സിജൻ. ഒരു ഓസോൺ തന്മാത്രയിൽ ഓക്സിജൻ്റെ 3 ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ എന്നത് ലാറ്റിൻ പദമാണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2, 3 എന്നിവ ശരിയായ പ്രസ്താവനകൾ. ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഓക്സിജൻ. ഒരു ഓസോൺ തന്മാത്രയിൽ ഓക്സിജൻ്റെ 3 ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ എന്ന പദം വന്നത് ഗ്രീക്ക് പദമായ ഒസീനിൽ നിന്നും ആണ്. ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്? ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്? ഓപ്ഷൻ സി 10 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ സി ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഓപ്ഷൻ എ മലനാട്. മലനാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ജലസംഭരണിയിൽ ശേഖരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്നത് സ്ഥിതികോർജ്ജമാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം കൂടുന്നു. ശബ്ദോർജ്ജത്തിന് ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3 എന്നിവ. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയായതാണ്. നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം? മംഗലാപുരം, ഗോവ, മൈസൂർ, പൂന. തന്നിരിക്കുന്നവയിൽ നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം ഏതാണ്? ഓപ്ഷൻ എ മംഗലാപുരം. തന്നിരിക്കുന്നവയിൽ മംഗലാപുരമാണ് നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം. ചെറുനാരങ്ങയിൽ അടങ്ങിയ ആസിഡ് ഏത്? ചെറുനാരങ്ങയിൽ അടങ്ങിയ ആസിഡ് ഏതാണ്? ഓപ്ഷൻ ഡി സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡാണ് ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്. ഉപകരണങ്ങൾ ഊർജ പരിവർത്തനം ചേരുംപടി ചേർക്കുക. ഡൈനാമോ, ഇലക്ട്രിക് മോട്ടോർ, ബാറ്ററി, മൈക്രോഫോൺ. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഉപകരണങ്ങളും
അവയുടെ ഊർജ്ജ പരിവർത്തനവും തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി A1 B2 C3 T4. ഡൈനാമോ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് മോട്ടോർ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ബാറ്ററി രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറ്റുന്നു. മൈക്രോഫോൺ ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ്? തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? ഓപ്ഷൻ ബി. തന്നിരിക്കുന്നവയിൽ കൊല്ലം കോട്ടപ്പുറം ആണ് കേരളത്തിലെ ദേശീയ ജലപാത NW3. ഇത് കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ: അരുണ ആസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. മാഡം ബിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തി. പണ്ഡിത രമാബായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയായതാണ്. കേരളത്തെ സംബന്ധിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക. തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ: ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് കണ്ണൂർ. തന്നിരിക്കുന്നവയിൽ കേരളത്തെ സംബന്ധിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 മാത്രം. രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് കേരളത്തെ സംബന്ധിച്ച് ശരിയല്ലാത്തത്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഓപ്ഷൻ എ ജോഗ് വെള്ളച്ചാട്ടം. ജോഗ് വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം. പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള കൃഷിരീതി അറിയപ്പെടുന്നത്? പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള കൃഷിരീതി അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി പെർമാകൾച്ചർ. പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള കൃഷിരീതി അറിയപ്പെടുന്നത് പെർമാകൾച്ചർ എന്നാണ്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട് കായൽ. വേമ്പനാട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളം കളി നടത്തുന്നു. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 2ഉം 3ഉം. വേമ്പനാട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളം കളി നടത്തുന്നു. നീണ്ടകര അഴിമുഖം അഷ്ടമുടിക്കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. ഈ 2 പ്രസ്താവനകളാണ് ശരിയായത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ തടാകമാണ് വേമ്പനാട് കായൽ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി പ്രൊഫസർ ആർ മിശ്ര. പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. എൽ നീനോ ശരിയായത് ഏതെല്ലാം? കനത്ത മഴ, വരൾച്ച തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാൻ കാരണം എൽ നീനോ എന്ന പ്രതിഭാസമാണ്. എൽ നീനോ പ്രതിഭാസത്തിൻ്റെ ഫലമായാണ് ശീതജലപ്രവാഹങ്ങൾ ഉഷ്ണ സ്വഭാവമുള്ളതാകുന്നത്. എൽ നീനോ അർത്ഥം ബാലിക എന്നാണ്. എൽ നീനോയെക്കുറിച്ച് ആദ്യമായി മനസ്സിലാക്കിയത് പെറുവിലെ മത്സ്യത്തൊഴിലാളികൾ ആണ്. എൽ നീനോയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാം?
ഓപ്ഷൻ സി 1, 2, 4 എന്നിവ ശരിയായത്. കനത്ത മഴ, വരൾച്ച തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാൻ കാരണം എൽനിനോ എന്ന പ്രതിഭാസമാണ്. എൽനിനോ പ്രതിഭാസത്തിൻ്റെ ഫലമായാണ് ശീതജല പ്രവാഹങ്ങൾ ഉഷ്ണ സ്വഭാവമുള്ളതാകുന്നത്. എൽനിനോയെക്കുറിച്ച് ആദ്യമായി മനസ്സിലാക്കിയത് പെറുവിലെ മത്സ്യത്തൊഴിലാളികളാണ്. എൽനിനോ എന്ന സ്പാനിഷ് വേർഡിൻ്റെ അർത്ഥം ബാലൻ എന്നാണ്, ബോയ് ചൈൽഡ് എന്നാണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.